ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് വളരെ വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ്. എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. സെവൻ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ്. വാൻഡ്സ് എനർജി ഒരുപാടാണ്. എയ്റ്റ് ഓഫ് സോഡ്സ്, സിക്സ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കപ്സ്, ലവേഴ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്. ബോട്ടം വന്നിരിക്കുന്ന ഇവിടെ നയൻ ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ വളരെ നല്ല എനർജിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. നയൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികത്തിന്റെ സഫലതയാണ്. സാമ്പത്തികം വന്നു ചേരുന്നവർക്ക് വരുന്നുണ്ട്, അഥവാ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക്, അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് ശ്രമിച്ചിട്ട് കാത്തിരിക്കുമല്ല, അങ്ങനെയുള്ളവർക്ക് എല്ലാവരുടെയും എനർജി ഒന്നല്ലല്ലോ. അപ്പൊ ഇത് ലഭിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിലൊരു ഉയർച്ച വരാൻ പോകുന്നു. സമൂഹത്തിലെ ഉയർച്ച എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് എനർജിയോടുകൂടി, തലയെടുപ്പോടുകൂടി നിൽക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്നുടനെ കുറച്ചുകൂടി സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെയല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് നിങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളമൊക്കെ കിട്ടാനായിരിക്കാം, ജോലി ചെയ്തിരിക്കുന്നതിൻ്റെ റിസൾട്ട് വരാനായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ലോണിനെങ്ങാണോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ലോട്ടറികളും ആവാം, ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ത്രീ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. എന്തൊക്കെയോ നിങ്ങളിവിടെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് നിങ്ങൾക്ക് ഒരു ഐശ്വര്യത്തിലേക്കുള്ള വഴിയാണ് തുറക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാത്തിരിക്കുന്നതല്ല എങ്കിൽ നിങ്ങളിവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചിരിക്കുന്ന കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കടക്കാനായിരിക്കണം. അതില് ഉള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തി കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വിസ നോക്കി നിൽക്കുകയാവാം, എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നു, അല്ല എങ്കിൽ അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടി അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തുടക്കമാണ്. എന്തിന്റെ തുടക്കം? സമ്പത്തിൻ്റെതായ തുടക്കം, സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു തുടക്കം
കാണുന്നു. ഈ ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വഴികൾ തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർഗം അവലംബിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു തുടക്കം കുറിക്കാൻ പോകുന്നു എങ്കിൽ അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്നു. അതിൻ്റെതായ തുടക്കം ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം വന്നു ചേരാനും ഇവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറിക്കാൻ പറ്റുന്ന ആ ഒരു എനർജിയാണ് നിങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിനെല്ലാം മറികടന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ പ്രതിരോധിക്കാനായിട്ട്. ഒരു പ്രശ്നം ഉണ്ടായി, അതിന് ചുറ്റും വീണ്ടും വീണ്ടും പല പ്രശ്നങ്ങളുമാണ്. ഓരോരുത്തരും നിങ്ങളിലേക്ക് കുറ്റം ആരോപിച്ചു വരുന്ന എനർജിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന എനർജിയാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുറ്റിനും വരുമ്പോൾ, നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അതിനെ തടുത്തു നിർത്താനായിട്ട്. നിങ്ങൾ അതിനെ കൂടുതൽ പ്രശ്നം രൂക്ഷമാകാതെ അതിനെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 7 ഓഫ് വാൺസിന്റെ എനർജി. അടുത്തായിട്ട് 5 ഓഫ് വാൺസ് ആണ്. നിങ്ങളൊരു ലൂപ്പിൽ പെട്ടിരിക്കുന്നു, അല്ല എങ്കിൽ നിങ്ങളൊരു ഊരാക്കുടുക്കിലാണ് എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയോ ചില കേസുകളിലാവാം, അതുമല്ല എങ്കിൽ ആരോടെങ്കിലും ഒക്കെയുള്ള ആർഗ്യുമെന്റ്സിൽ പെട്ടിട്ടുണ്ടാവാം. ഇനി അതുമല്ല മറ്റേതെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. അത്തരത്തിലൊരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. ഇവിടെയും അതുപോലെ പ്രശ്നങ്ങളാണ്, ചുറ്റിനും പ്രശ്നങ്ങൾ. ഇവിടെയും ആ പ്രശ്നത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിച്ച് വളരെയധികം വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. അടുത്തതായിട്ട് 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സന്തോഷത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് മറികടക്കാനും സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. എത്ര ചലഞ്ചസ് വന്നാലും, എത്ര ഒബ്സ്റ്റക്കിൾസ് വന്നാലും നിങ്ങൾക്കതിനെ മറികടന്ന് തൽക്കാലത്തെ എനർജിയിലൂടെ നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് 4 ഓഫ് വാൺസിന്റെ എനർജി. മനസ്സിലായി? ഇവിടെയാണെങ്കിൽ നിങ്ങൾ 8 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അതിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വരാം, പക്ഷേ എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്നുള്ള ഒരു ബോധത്തിലിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിചാരം കൊടുത്തുകൊണ്ട് മനസ്സിനെ ആകപ്പാടെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് മനസ്സ് തുറന്ന്, അല്ലെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് ആരോടും സംസാരിക്കാനും പറ്റാത്ത ഒരവസ്ഥ, എന്തെങ്കിലും ഒരു മുന്നോട്ടൊരു പ്രോഗ്രസ്സിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ആകപ്പാടെ നിങ്ങൾ പെട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെയും ഉള്ളത്. ഇത് എന്തൊക്കെയോ ചില അഡിക്ഷൻ ആവാം. അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല, ഭീരുത്വമാണ് ഉള്ളിൽ നിറയെ, എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, എനിക്കൊന്നിനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെന്റലി നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അത് തന്നെയാണ് പ്രശ്നങ്ങളിൽ നിന്നും ഇവിടെ 5 ഓഫ് വാൺസിന്റെ എനർജിയിലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് വാൺസിന്റെ എനർജി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ സഹിതം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹമായിരിക്കാം, ചിലപ്പോൾ മുടങ്ങിക്കിടന്ന വിവാഹം വല്ലതുമായിരിക്കാം, തടസ്സം വന്നിട്ടുണ്ടാവാം. ഇവിടെ 4 ഓഫ് വാൺസിലെ 7 ഓഫ് വാൺസ് 7 ഓഫ് വാൺസിലെ 5 ഓഫ് വാൺസിന്റെ എനർജി, 8 ഓഫ് സോഡ്സിന്റെ എനർജി, ഇവിടെയൊക്കെ എന്തൊക്കെയോ തടസ്സങ്ങളാണ്. ഇവിടെ നിന്നും പുറത്ത് കടക്കാനാണ് ഇവിടെ നമുക്ക് 4 ഓഫ് വാൺസ് വന്നിരിക്കും. പുറത്തേക്ക് കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതായത് ഒരു വലിയ ഒരു പരാജയത്തിൽ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട്. വളരെ വലിയ വിഷമം പിടിച്ച വിഷമസ്ഥിതികളിൽ നിന്നും, ദുഃഖം അനുഭവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും, കുഴഞ്ഞു മറിഞ്ഞ ചില പ്രശ്നങ്ങളിൽ നിന്നും, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്.
ഇവിടെ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ്. അതായത് വിവാഹത്തിൻ്റെത്, പുതിയ വീടിൻ്റെത്, കുട്ടികളുടേത് ഒക്കെയും ചില നല്ല നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് കണക്റ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം 1111 എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ കാണുന്നവർ ഒന്ന് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം. പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വരില്ല. നിങ്ങൾ പതുക്കെ പതുക്കെ ആ ഒരു ഗ്രോത്തിലേക്ക് വരികയാണ്. സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നിങ്ങൾ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്പിരിച്വൽ ഗ്രോത്തിലൂടെ വരുന്ന ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങളെ മറികടക്കാൻ കഴിയും. തടസ്സങ്ങളെ മറികടക്കാനുള്ള കരുത്തുണ്ടാവും. എന്ത് വന്നാലും എനിക്കൊന്നുമില്ല. മുൻപൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസാര പ്രശ്നങ്ങളിൽ ഒരുപാട് ആവലാതിപ്പെട്ട് വേവലാതിയല്ല എങ്കിൽ ഒരു പരാതി പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിരുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ, ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വന്നൊരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്ന നല്ലൊരു വിജയിയായി മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഏത് കാര്യത്തിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്നു. അതുവഴി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു. ആ കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാനും ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ അനുഭവിക്കാനും സന്തോഷമായി നിങ്ങളെ സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം വരുന്നു, ഒരു ഐശ്വര്യം, ജീവിതത്തിൽ തന്നെ പൊതുവെ ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. എന്തോ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവണം. പുതിയ ചില തുടക്കങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. പുതിയ നല്ല ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് ചില ജോലി കാര്യങ്ങളിലാവാം, ഏതെങ്കിലും പ്രൊമോഷൻ ആവാം, ഏതെങ്കിലും മറ്റൊരിടത്തേക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള എനർജി ആവാം. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാവാം. ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് വളരെ വലിയ ഹൈ എനർജിയിലുള്ള വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ച് നടത്തുന്ന ചില കാര്യങ്ങളിൽ വളരെ വലിയ സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ജോലി കാര്യങ്ങളിലാവാം, ചില ഓഫീസ് കാര്യങ്ങളിലാവാം, മനസ്സിലായി, ഏതെങ്കിലും ചില ബിസിനസ് കാര്യങ്ങളിലാവാം. അവിടെ ഒരുപാട് ബുദ്ധി പ്രയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ബുദ്ധി പ്രയോഗിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾക്ക്, പ്രവർത്തികൾക്ക് ഒക്കെയും ഒരു വിലയുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആർക്കോ പുതിയതായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ തുടക്കമാവാം, പുതിയൊരു പ്രണയത്തിന്റെ തുടക്കം, പുതിയതായിട്ടൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ലവേഴ്സാണ് വന്നിരിക്കുക. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങളിലേക്ക് ആ ബന്ധം കൂടുതലായിട്ട് പുതിയ ഒരു തലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾ അടുത്തു വരുന്നു, വീണ്ടും പുതിയ ചില തുടക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ചിലർക്ക് ആദ്യമായിട്ടുള്ള ചില പ്രണയത്തിന്റെ തുടക്കമാകാം, വിവാഹ ആലോചനകൾ വരാം. അതുപോലെ തന്നെ ആരെങ്കിലുമായിട്ട് ആദ്യത്തെ ഒരു ഇഷ്ടം തുറന്നു പറയുന്ന എനർജി ആവാം. എന്തായാലും ശരി, ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം. ഇവിടെയും അതുപോലെ തന്നെയാണ് ദ ലവേഴ്സിന്റെ എനർജി വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ 88 വന്നിട്ടുണ്ട്, 66 വന്നിട്ടുണ്ട്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീണ്ടും കൂടിച്ചേരുന്ന എനർജി ഉണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന എനർജി, നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, കോംപ്രമൈസ് ചെയ്ത് പോകുന്ന നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ സ്പീഡിലായിട്ട് തന്നെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ കരിയറിലെ ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവുന്നു.
കരിയറിൽ ഒരു പ്രോഗ്രസ് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ യാത്രകൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റിലായിട്ട് ഇരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കുന്ന എനർജി, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജി, ചിലപ്പോഴൊക്കെ ഫാസ്റ്റിൽ ചില ആക്ഷനുകൾ എടുക്കാൻ സാധിക്കുന്നു, അത് സക്സസ്സിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് വാൻസ് ആണ് ഇവിടെ. വാൻസിന്റെ എനർജി ഒരുപാട്, വാൻസ് ഓഫ് ഹയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി, ഒരുപാട് എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കപ്പ് എനർജി, സോഡ് എനർജി, പെന്റക്കിളിന്റെ എനർജി വന്നിട്ടുണ്ട്, എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വാൻസിന്റെ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കാരണം 5 ഓഫ് വാൻസ്, 4 ഓഫ് വാൻസ്, 7 ഓഫ് വാൻസ്, 8 ഓഫ് വാൻസ്, 6 ഓഫ് വാൻസ്, എല്ലാം ഒത്തിരി ഉണ്ട്, ഒത്തിരി എനർജീസ് ഉണ്ട് വാൻസിൻ്റെത്. ഒരുപാട് പേര് ഇന്ന് ആവേശം കൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളിലേക്കും തുടക്കം കുറിക്കാനാവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചിങ്ങമാസമൊക്കെ അല്ലേ, ഒരുപാട് കാര്യങ്ങളിൽ തുടക്കം കുറിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്നവരുണ്ടാവാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് മൂവ്മെന്റ് ഫാസ്റ്റിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തുടക്കം കുറിക്കാൻ ചിലപ്പോൾ ആവേശത്തോടുകൂടി നോക്കിയിരിക്കുന്നവരും ഉണ്ടാവാം. ഒരുപാട് യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നോക്കുന്നു, നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാവേ. നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. എന്തോ സന്തോഷ വാർത്തകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, മനസ്സിലായി. ചിലപ്പോൾ ദൂരദേശത്ത് നിന്ന് എന്തിനൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം തുടക്കത്തിന് നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് ലഭിക്കാനാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരാം. അങ്ങനെ ആരെങ്കിലുമായിട്ടൊന്ന് സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 6 ഓഫ് വാൻസിന്റെ എനർജി നമുക്കിവിടെ ഇപ്പം 666 വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ലവേഴ്സ് 6 ആണ് നമ്പർ, 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻസ് ഇവിടെയും വന്നിരിക്കുന്നു. അപ്പോൾ ഈ 6 ഓഫ് വാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്രീഷിയേഷൻ ലഭിക്കാനുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ ഇന്നത്തെ ദിവസം അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഭിനന്ദനത്തിന് പാത്രമാകുന്നു നിങ്ങൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വിലയുണ്ടാകുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് സമർത്ഥരാണ് നിങ്ങളിൽ പലരും. പല കാര്യങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ താല്പര്യമെടുത്ത് മുന്നോട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം. എനിക്ക് ഇത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടി നിങ്ങൾ അതിന് സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് ആകർഷിക്കാനും മറ്റുള്ളവരുടെ വായിൽ നിന്നും നിങ്ങൾക്ക് നല്ല വാക്കുകൾ കേൾക്കാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ആരോടെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒന്ന് വേർപെട്ടിരിക്കുന്ന എനർജി ആവാം. ഇല്ലെങ്കിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നടന്നവർ നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജി ആവാം. എന്തായാലും ചെറിയൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. സാമ്പത്തികം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ മറികടന്ന് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല ഈ സാമ്പത്തികം ഇപ്പോൾ എന്നിലേക്ക് വരും എന്നുള്ള വിചാരം നിങ്ങൾക്കില്ല. നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഹെർമിറ്റിന്റെ എനർജിയാണ് ഇവിടെ. നിങ്ങൾ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യുന്നത് ഉള്ളിലേക്ക് തന്നെ, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിച്ചു വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. രണ്ടാമതൊരു ലൈഫ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിനനുസരിച്ച് നിങ്ങൾക്കൊരു റിസൾട്ട് വരാൻ പോവുകയാണ്.
മനസ്സിലായി. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നു. ഒരുപാട് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെയും 4 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും 4 ഓഫ് വാൻസ്. അപ്പോൾ 4 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 666 വന്നിട്ടുണ്ട്. മനസ്സിലായോ? 666 1111 കാണുന്നവർ ഒക്കെ ഒന്ന് ക്ലെയിം ചെയ്യണേ, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.